ഇത് യു കെയിലുള്ളവർക്ക് കുറച്ച് ഉപകാരപ്പെടും. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ സാധനം ഡെലിവർ ആയെന്ന് പറഞ്ഞുകൊണ്ട്. സോ നമുക്ക് ഇത് കളക്ട് ചെയ്യാം. എവിടെ? യെസ്, നമ്മുടെ മറ്റൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളൊരു ഐറ്റം പരിചയപ്പെടുത്താമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അത് യു കെയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നതാണ്. ഓർമ്മകൾ സൂക്ഷിക്കാനും ഓർമ്മകൾ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹമുള്ളവർ, അങ്ങനെ അത് കണ്ട് സന്തോഷിക്കുന്നവർക്കൊക്കെ വേണ്ടി ഒരു ഉപകാരപ്പെടുന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ സാധനം ഇവിടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പം ആദ്യം കണ്ടാൽ മനസ്സിലായി കാണുമായിരിക്കും. ഇത് യു കെയിലുള്ളവർക്ക് കുറച്ച് ഉപകാരപ്പെടും എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ പ്രിൻസ് ഉണ്ടോ. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് യു കെയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ നമുക്ക് കിട്ടും. നമ്മൾ ₹1 മുടക്കണ്ട. നമ്മൾ ജസ്റ്റ് ഡെലിവറി ചാർജ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് അറൗണ്ട് ഒരു 45 ഫോട്ടോസ് നമുക്ക് അവർ അയച്ചു തരും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ പേ ചെയ്ത് അറൗണ്ട് ഒരു €3 ആണ്. അതായത് 2.99 പൗണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം അത്രയും പൗണ്ടിന് നമുക്ക് ഇത്രയും ഫോട്ടോസ് കിട്ടി. ഇത് പല സൈസുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് സംഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 6x4 ആണ്. അത് വേറെ സൈസ് വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഇവരുടെ റെഗുലർ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മാറ്റ് ഫിനിഷ് ഉണ്ട്, ഷൈനി ഫിനിഷ് ഉണ്ട്. അതിനൊന്നും വേറെ പൈസ കൊടുക്കണ്ട. പക്ഷേ നമ്മൾ എക്സ്ട്രാ വേറെ സൈസ് പറയുന്നതിന് ക്യാഷ് കൊടുക്കണം. സോ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതെ, 4x6 45 ഫോട്ടോസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് എല്ലാ മാസവും 45 ഫോട്ടോസ് വീതം ഇവരുടെ പേജിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവരുടെ വേറെയും ആപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്സിൻ്റെ പേര് നമ്മുടെ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവരുടെ ആപ്പിൻ്റെ പേര് ഫ്രീ പ്രിൻസ് എന്നാണ്. അപ്പം അതിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്സാണ് ഈ ബട്ടർഫ്ലൈയുടെ ഫോട്ടോ ഉള്ള ഈ ആപ്പ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് 45 ഫോട്ടോസ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും. കാരണം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. നമുക്ക് നമ്മുടെ റൂംസിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ബുക്ക് മേടിക്കുവാണെങ്കിൽ, ടെമൂന്നാണേലും ഒരു ഫോട്ടോ ബുക്ക് മേടിക്കുവാണെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഇതിന് മുന്നേയും ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനല്ല, അഞ്ജു എടുത്തതാണ്. അഞ്ജു ഇതിന് മുന്നേ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ഓർഡർ ചെയ്ത ഫോട്ടോസാണ്. ഇതിന് വൈറ്റ് ബോർഡേഴ്സ് ഉണ്ട്. നമുക്ക് ഈ വൈറ്റ് ബോർഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. പോളറോയിഡ്സ് ഉണ്ട്. ഇവർക്ക് അങ്ങനെ പല സൈസ് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന സൈസിൽ അവർ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. നമുക്ക് ആകെ മുടക്കം ഒരു 2 അല്ലെങ്കിൽ 3 പൗണ്ടേ ഉള്ളൂ. നിങ്ങളുടെ യു കെയിലുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഇതറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവരറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രിൻ്റ് ചെയ്ത റൂമിലും ഒരു ആൽബത്തിലേക്ക് ഒട്ടിക്കട്ടെ. ഇതൊക്കെ രസമല്ലേ? അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. ഇന്ന് നമ്മുടെ 5ാമത്തെ നൈറ്റാണ്. 5 നൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്ത് പാടാണെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി വ്ളോഗ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ശോകമായത്. വേറൊന്നും കൊണ്ടല്ല, ക്ഷീണം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജിമ്മും കാര്യങ്ങളെല്ലാം ഡിലേ ആയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വരും ദിവസങ്ങളിൽ നല്ലപോലെ വ്ളോഗൊക്കെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇട്ട വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ അല്ല 2 ദിവസം മുന്നിട്ട വ്ളോഗിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഡയറ്റ് ശരിയാവുന്നില്ല, ജിമ്മിൽ പോക്ക് റെഡി ആവുന്നില്ല, വെയിറ്റ് കുറഞ്ഞിരുന്നൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട്
എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ടോണി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ, ഡയറ്റ് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, ഞാൻ ഡെയിലി വ്ളോഗ് സ്ഥിരം കാണുന്ന ഒരാളാണ്, എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്, അതായത് ഇന്നലെ വരെയുള്ള എല്ലാ വീഡിയോസും പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാനിങ്ങനെ റീൽസിൻ്റെയൊക്കെ വാച്ച് ടൈം എടുത്ത് നോക്കുമ്പോഴേ, അതായത് ഒരു ആവറേജ് വാച്ച് ടൈം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് വീഡിയോ ഇടുകയാണെങ്കിൽ 2 മിനിറ്റൊക്കെയാണ് എല്ലാവരും കാണുന്നുള്ളൂ. അപ്പം നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് ഒരു വീഡിയോ ചെയ്യുമ്പം ഇങ്ങനെ ആളുകൾ മുഴുവൻ കാണാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നില്ലേ? പക്ഷേ ഇയാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, നീ ഇന്നത് കഴിക്കുന്നില്ലേ, അത് കഴിച്ചില്ലേ, ഇത് കഴിച്ചില്ലെന്ന് കേട്ടപ്പം നമ്മൾ എഫോർട്ട് എടുക്കുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ ഡയറ്റിന് വേണ്ടി എഫോർട്ട് എടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഡീറ്റെയിൽസ് വരെ പറഞ്ഞപ്പം ഒരു സന്തോഷം. അപ്പം അതൊരു മറ്റു സന്തോഷമാണ് ഇന്ന് എനിക്കുണ്ടായത്. വളരെയധികം ഹാപ്പിയാണ് ഞാൻ. അപ്പം ഇന്ന് തന്നെ കണ്ടില്ലേ, ഇന്നിപ്പം കണ്ടൻ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കണ്ടൻ്റൊന്നും ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ മുത്താണ് നമ്മുടെ ഫോട്ടോ പ്രിൻസ്, ഫ്രീ പ്രിൻസ്. ഒരു മഴയ്ക്കുള്ള കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട കാണുന്നത്, കണ്ടോ? നമ്മൾ ഇന്നലെ കണ്ട പോലെ അല്ലല്ലോ, ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുമല്ലേ സ്കൈ. മഴ പെയ്യാൻ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. രാവിലെ വന്ന് കിടന്നുറങ്ങാൻ അതിൽ നല്ല സുഖമായിരുന്നു. അപ്പം ഇന്നും മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വെതർ നോക്കിയപ്പം വെതറിൽ എന്താ കാണിക്കുന്നത്, വെതറിൽ അതെ സാൽഫോർഡിൽ മഴയില്ല, പക്ഷേ ഇങ്ങനെ ഇരുണ്ട് മൂടിക്കെട്ടി നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും മഴ പെയ്യുമായിരിക്കും. മഴ പെയ്താൽ തകർക്കും, കാരണം കുറച്ച് ചൂടാണിപ്പം. അപ്പം അതിനൊരു ആശ്വാസം കിട്ടണമെങ്കിൽ ചെറിയൊരു മഴ പെയ്യണം. എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ചേട്ടായുടെ കൂടെയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടായിക്കോട്ടെ, ഞാനിങ്ങനെ സംസാരിക്കില്ല. എന്തോ ഒരു ചമ്മലാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചറപറ എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും നമ്മളെ ആരും കളിയാക്കാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നിനും വരത്തില്ലല്ലോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി റീഷൂട്ട് ചെയ്യാം. പക്ഷെ ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ അവർ നമ്മളൊന്നും പറയത്തൊന്നുമില്ല. ചേട്ടയൊക്കെ എന്ത് നമ്മളെല്ലാം ഒരേ വൈബൊക്കെ, പക്ഷേ എന്തോ ആരെങ്കിലും കൂടെ ഉള്ളപ്പം എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനിങ്ങനെ വെറുതെ ക്യാമറ ഓൺ ആക്കിയേക്കുന്നു, ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയുന്നു. പക്ഷെ ഈ സെയിം പരിപാടി ക്യാമറ ഓണാക്കി ചേട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ അഞ്ജുവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആരായിട്ട് ബിബിൻ്റെ കൂടെ ആണേലും ഇങ്ങനെ സംസാരിക്കൂല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതെന്താണേലും അതൊന്ന് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ചമ്മൽ ഒഴിവാക്കാമായിരുന്നു. അതാകുമ്പം എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴാണേലും നമുക്ക് ഈ ക്യാമറ നമുക്ക് പിടിച്ചോണ്ട് നിൽക്കുമ്പോഴേ ഒരു ചമ്മലുണ്ടാവില്ലേ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ക്യാമറ ഓണാക്കി പിടിച്ച ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ നിൽക്കുമ്പോഴല്ലോ ഒരു ഫീല്, അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരു ഫീല്. പക്ഷെ ഈ ഇടയായിട്ട് മാറി മാറി വരുന്നുണ്ട്. മൊത്തത്തിൽ മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ മാറ്റിയെടുക്കുവാണെങ്കിൽ നമുക്കുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നമുക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. സോ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്വരാജ് പറയുന്ന പോലെ കാണ്ടാമൃഗത്തിന് തൊലിക്കെട്ടിയാടാ നിനക്കെന്ന് പറയാൻ, ആ തൊലിക്കെട്ടി വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വളരെ ചെറിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ടയേർഡാണ്. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ജിമ്മിൽ പോകാനുള്ളൊരു ഊർജ്ജമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു നാളെ തൊട്ട് പോകാൻ നോക്കാമെന്ന് പറഞ്ഞു, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ആ ഒരു പരിപാടി, ഫോട്ടോയുടെ പരിപാടി നിങ്ങളെ കാണിച്ചത്. അത് വളരെ നല്ല പരിപാടിയാട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ UK ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തേക്ക്. ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, എന്നാലും ഒന്നുകൂടെ അയച്ചു കൊടുത്തേക്ക്. ചിലപ്പം പണ്ടെപ്പോഴും കണ്ട് മറന്നതാണെങ്കിലും പിന്നീട് എപ്പോഴും ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും ചെയ്യാമെന്ന് ഓർത്ത് വിട്ട് അല്ലെങ്കിൽ മറന്നു പോയതായിരിക്കും. അപ്പം ഒന്നുകൂടെ കാണുമ്പോൾ ചിലപ്പം അവർക്ക് ചെയ്യാൻ തോന്നിയാലും നല്ലതല്ലേ. സോ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നമുക്കിനി ഇതുപോലെ അടിപൊളി കണ്ടന്റുമായിട്ട് അടുത്ത ദിവസം. ഓക്കെ, ബൈ.